നാരായണം നമസ്കൃത്യ നരം ജൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. എല്ലാവർക്കും നമസ്കാരം. നാരദീയ മഹാപുരാണം പൂർവഭാഗം 1-ാം പാദം 15-ാമത്തെ അധ്യായം ധർമാഖ്യാനം തുടർച്ച. ധർമ്മരാജൻ പറഞ്ഞു, പാപഭേദങ്ങളെക്കുറിച്ചും ക്രൂരങ്ങളായ നരകങ്ങളെക്കുറിച്ചും അവിടെ അനുഭവിക്കേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ചും ഞാൻ പറയാം. ക്രൂരമായ പാപങ്ങൾ ചെയ്തിട്ടുള്ളവരെ നരകാഗ്നിയിലിട്ട് പാകം ചെയ്യും. അത്തരം നരകങ്ങളുടെ പേരുകൾ പറയാം. തപനം, വാലുകാകുംഭം, മഹാരൗരവം, രൗരവം, കുംഭീപാകം, നിരുച്ഛ്വാസം, കാലസൂത്രം, പ്രമർദ്ദനം, അസിപത്രവനം, ലാലാപക്ഷം, ഹിമോൽക്കടം, മൂഷാവസ്തം, വസാകൂപം, വൈതരണി എന്ന നദി, തപ്തശൂലം, തപ്തശില, ശൽമലീദ്രുമം, ശോണിതകൂപം എന്നിവ നരകങ്ങളാണ്. ശോണിതഭോജനം, ശ്വമാംസഭോജനം, വന്യജ്വാലാനിവേശം, ശിലാവൃഷ്ടി, ശസ്ത്രവൃഷ്ടി, വന്യവൃഷ്ടി, ക്ഷാരോദകം, ഉഷ്ണതോയം, ചുട്ടുപഴുത്ത ഇരുമ്പ് ഭക്ഷിക്കുക, ശിരശോഷണം, മരുത്പ്രതപനം, പാഷാണവർഷം, കൃമിഭോജനം, ഉപ്പുവെള്ളം കുടിക്കുക, ഭ്രമണം, ക്രകപധാരണം, പുരീഷലേപനം, പുരീഷഭോജനം, രേതസ്സു പാനം ചെയ്യൽ, തന്തികളിൽ മുഴുവൻ ചൂടുവയ്ക്കൽ, ധൂമപാനം, പാശബന്ധം, ശൂലാനുലേപനം, അങ്കാരശയനം, മുസലമർദ്ദനം, കഷണം മുകളിലേക്കിടുക, വലിയ ഗത കൊണ്ടടിക്കുക, ആനക്കൊമ്പ് കൊണ്ടടിക്കുക, പലതരം സർപ്പങ്ങളെ കൊണ്ട് കുത്തിക്കുക, മൂക്കിലും മുഖത്തും തണുത്ത വെള്ളമൊഴിക്കുക, ഉപ്പുവെള്ളവും ഉപ്പും കഴിപ്പിക്കുക, സിരകളും അസ്ഥികളും മുറിക്കുക, മാംസഭക്ഷണം, പിത്തം, ശ്ലേഷ്മം എന്നിവ കഴിപ്പിക്കുക, മരത്തിന് മുകളിൽ നിന്നും താഴേക്കിടുക, തീജ്വാലയ്ക്ക് ഉള്ളിലിടുക, കല്ലെടുത്ത് നിർത്തുക, മുള്ളമ്പുകളിൽ കിടത്തുക, എറുമ്പ്, തേൾ എന്നിവയെ കൊണ്ട് കടിപ്പിക്കുക, പുലി, കുറുക്കൻ, പോത്ത് എന്നിവയെ കൊണ്ട് ഉപദ്രവിപ്പിക്കുക, കയ്പും ചൂടുമുള്ള വസ്തുക്കൾ കഴിപ്പിക്കുക, അത്യധികം ചൂടുള്ളതും തണുത്തതുമായ വെള്ളത്തിൽ കുളിപ്പിക്കുക, പഴുപ്പിച്ച ഇരുമ്പിൽ കിടത്തുക, ഇരുമ്പ് കെട്ടി തൂക്കുക തുടങ്ങി കോടിക്കണക്കിന് യാതനകളുണ്ട്. ബ്രഹ്മഹത്യ ചെയ്തവർ, മദ്യപാനം ചെയ്യുന്നവർ, കള്ളൻ, ഗുരുതൽപ്പത്തിൽ ക്ഷയിച്ചവൻ, ഇവരുമായി ബന്ധമുള്ളവൻ എന്നിങ്ങനെ 5 മഹാപാതകികൾ. ഭക്ഷണം കഴിക്കുന്നവർക്ക് ഉപദ്രവമുണ്ടാക്കുന്നവൻ, ആവശ്യമില്ലാത്ത ഭക്ഷണം ഉണ്ടാക്കുന്നവൻ, ബ്രാഹ്മണരെ വെറുതെ നിന്ദിച്ചു കൊണ്ടിരിക്കുന്നവൻ, വെറുതെ കൽപ്പന പുറപ്പെടുവിക്കുന്നവൻ, ഭേദം വിൽക്കുന്നവൻ, ഇവർ 5 ബ്രഹ്മഘാതകരാണ്. ദാനം ചെയ്യാമെന്ന് പറഞ്ഞ് ബ്രാഹ്മണരെ വിളിച്ച് വരുത്തിയിട്ട് ഇല്ലെന്ന് പറയുന്നവനും, കുളിക്കാനോ പൂജിക്കാനോ പോകുന്നവർക്ക് തടസ്സമുണ്ടാക്കുന്നവനും, പരനിന്ദ ചെയ്യുന്നവനും, ആത്മസ്തുതി ചെയ്യുന്നവനും, കള്ളം പറയുന്നവനും, അധർമ്മം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നവനും ബ്രഹ്മഘാതകന്മാരായിട്ടാണ് പരിഗണിക്കപ്പെടുന്നത്. അധർമ്മം ചെയ്യാൻ അനുവദിക്കുന്നവനും, അന്യരിൽ ദോഷം ആരോപിക്കുന്നവനും, കോപം ജനിപ്പിക്കുന്നവനും, അഹങ്കാരിയും, എന്നും ദാനം സ്വീകരിക്കുന്നവനും, പ്രാണിവധം ചെയ്യുന്നവനും ഇക്കൂട്ടത്തിൽ പെടും. ഇതിനെയെല്ലാം ബ്രഹ്മഹത്യാപാപത്തിൽ പെടുത്തിയിരിക്കുന്നു. സുരാപാനത്തിനോട് ചേർന്ന് നിൽക്കുന്ന പാപങ്ങളാണ് സമൂഹത്തിന് ഉദ്ദേശിച്ചിട്ടുള്ള ഭക്ഷണം സ്വന്തമായി ഉപയോഗിക്കുക, ഗണികകളെ ആശ്രയിക്കുക, താഴ്ന്ന ജാതിക്കാരിൽ നിന്നും ഭക്ഷണം കഴിക്കുക, യാതൊരു മൂർത്തിയോടും ഭക്തിയില്ലാതിരിക്കുക, പൂജാരിമാരുടെ ഭക്ഷണം അപഹരിക്കുക, മദ്യപിച്ച സ്ത്രീകളുമായി ബന്ധം പുലർത്തുക, ബ്രാഹ്മണൻ ശൂദ്രനിൽ നിന്നും ഭക്ഷണം സ്വീകരിക്കുക, അവർക്ക് വേണ്ടി ഭൃത്യവേല ചെയ്യുക എന്നിവയെല്ലാം. കന്തം, മൂലം, ഫലം, കസ്തൂരി, വസ്ത്രം, രത്നം എന്നിവയൊക്കെ മോഷ്ടിച്ചാലും സ്വർണസ്ഥേയമായിട്ടാണ് അതിനെ കണക്കാക്കുന്നത്. ചെമ്പ്, ഇരുമ്പ്, ഓട്, പിച്ചള, നെയ്യ്, തേൻ, സുഗന്ധദ്രവ്യങ്ങൾ എല്ലാം ഇതിൽപ്പെടും. അടയ്ക്ക, ചന്ദനം, ഇലച്ചാറ് എന്നിവയും അപഹരിച്ചാൽ സ്വർണാപഹരണത്തിന് തുല്യമാണ്. ശ്രാദ്ധം നടത്താതിരുന്നാലും, ധർമ്മകാര്യങ്ങൾ ചെയ്യാതിരുന്നാലും, യതികളെ നിന്ദിച്ചാലും, ഭക്ഷണമോ ധാന്യമോ അപഹരിച്ചാലും, രുദ്രാക്ഷം കെട്ടെടുത്താലും സ്വർണസ്ഥേയമാകും. സഹോദരി, പുത്രഭാര്യ, രജസ്വല എന്നിവരെ സമീപിക്കുന്നത് ഗുരുതൽപഗമന സമാനമാണ്. ഹീനജാതിയിലെ സ്ത്രീയെ സ്വീകരിച്ചാലും പരസ്ത്രീയെ സ്വീകരിച്ചാലും ഫലം തുല്യം. സഹോദരന്റെ പത്നി, കൂട്ടുകാരി, വിശ്വസ്ത, പുത്രി എന്നിവരെ സമീപിക്കൽ, ധർമ്മലോപം, ശാസ്ത്രനിന്ദ എന്നിവ ഗുരുതൽപഗമനത്തിന് തുല്യമായിട്ടാണ് കണക്കാക്കുന്നത്. ഈ മഹാപാതകങ്ങളിൽ ഏത് ചെയ്താലും നരകഫലം സുനിശ്ചിതമാണ്. മഹർഷിമാർ ഇതിൽ നിന്നും മോചനം നേടാനായി പ്രായശ്ചിത്തങ്ങളും വിധിച്ചിട്ടുണ്ട്. എന്നാൽ ചില പാവങ്ങൾ പ്രായശ്ചിത്തം ചെയ്യാൻ കഴിയാത്തവയാണ്.
ബ്രാഹ്മണ വിദ്വേഷം, വിശ്വാസവഞ്ചന, കൃതജ്ഞത, ശൂദ്രസ്ത്രീ സംഘം, ശൂദ്രഭക്ഷണം, വേദനിന്ദ എന്നിവയ്ക്കൊന്നും പ്രായശ്ചിത്തം ചെയ്യാൻ കഴിയില്ല. ആപത്തിൽപ്പെട്ടാൽ പോലും ദ്വിജൻ ബൗദ്ധഗൃഹത്തിൽ കടക്കരുത്. വേദനിന്ദകരായ ബൗദ്ധന്മാർ പാഷണ്ഡന്മാരാണ്, ധർമ്മബഹിഷ്കൃതരായി തീരും എന്നതുകൊണ്ട് ദ്വിജന്മാർ അവരെ നോക്കുക പോലും ചെയ്യരുത്. അറിഞ്ഞോ അറിയാതെയോ അവിടെ കടക്കരുത്. അറിഞ്ഞു കടന്നാൽ പ്രായശ്ചിത്തം പോലുമില്ല. പാപം കൂടുതലായതിനാൽ നരകവും കൂടുതൽ അനുഭവിക്കേണ്ടി വരും. പ്രായശ്ചിത്തമില്ലാത്ത പാപങ്ങളെ കുറിച്ച് പറയാം. മഹാപാതകികൾക്ക് ഓരോ നരകത്തിലും ഓരോ യുഗങ്ങൾ വസിക്കേണ്ടി വരും. അതിനുശേഷം ഭൂമിയിൽ വന്ന് 7 ജന്മങ്ങൾ കഴുതയായും പിന്നീട് 10 ജന്മങ്ങൾ ദേഹം മുറിവേറ്റ് നായയായും കഴിയണം. 100 വർഷം കൃമി, 12 ജന്മം സർപ്പം, വീണ്ടും 1000 ജന്മങ്ങൾ മൃഗങ്ങൾ എന്ന രീതിയിൽ ജനിച്ച് 7 ജന്മം ചണ്ടാളനായി കഴിയണം. വീണ്ടും 16 ജന്മം ശൂദ്രനായി ജീവിക്കണം. 2 ജന്മങ്ങൾ കൂടി ദരിദ്രനും രോഗിയുമായി കഴിച്ച് വീണ്ടും നരകത്തിലേക്ക് തന്നെ തിരിച്ചു പോകും. രൗരവം എന്ന നരകത്തിൽ അസൂയ നിറഞ്ഞ മനസ്സുമായി 2 കൽപ്പങ്ങൾ കഴിച്ചുകൂട്ടി വീണ്ടും 100 ജന്മങ്ങൾ ചണ്ടാളന്മാരായി ജീവിക്കണം. ഗോവ്, അഗ്നി, ബ്രാഹ്മണൻ എന്നിവർക്ക് കൊടുക്കരുത് എന്ന് പറയുന്നവർ നായയായി 100 ജന്മം ജനിച്ച് ചണ്ടാള വംശത്തിൽ എത്തും. വീണ്ടും കൃമിയായി 3 ജന്മം പുലിയായി ജനിച്ച് അവസാനം 21 യുഗം നരകത്തിൽ വസിക്കും. പരനിന്ദ ചെയ്യുന്നവരും ക്രൂരമായി സംസാരിക്കുന്നവരും ദാനത്തിന് തടസ്സമുണ്ടാക്കുന്നവരും തസ്കരന്മാരും ഉരലിലും ആട്ടുകല്ലിലും ഇട്ട് പൊടിക്കപ്പെടും. പിന്നീട് 3 വർഷം ചുട്ടുപഴുത്ത പാറ പിടിച്ചുകൊണ്ടിരിക്കണം. പിന്നീട് 7 വർഷം കാലപാശം കൊണ്ട് അടികിട്ടും. പരദ്രവ്യങ്ങൾ അപഹരിച്ചവരും തൻ്റെ പ്രവൃത്തിയിൽ വിഷമം അനുഭവിച്ച് നരകാഗ്നിയിൽ തപിച്ചുകൊണ്ടിരിക്കും. 1000 യുഗങ്ങൾ ചുട്ടുപഴുത്ത ഇരുമ്പ് ഭക്ഷിച്ചാണ് അവർ കഴിയേണ്ടത്. വിരുച്ഛ്വാസം എന്ന മഹാനരകത്തിൽ നാവുകടിച്ച് ഒരു കൽപ്പത്തിൻ്റെ പകുതി കാലം പിഴിച്ചുകൂട്ടണം. പരസ്ത്രീ ഗമനം ചെയ്താൽ ചെമ്പുകൊണ്ടുണ്ടാക്കിയ സ്ത്രീരൂപം ചുട്ടുപഴുപ്പിച്ച് അതുമായി രമിക്കുകയാണ് വേണ്ടത്. ഓടിപ്പോകാൻ ശ്രമിച്ചാൽ തിരിച്ചു പിടിച്ചു കൊണ്ടുവന്ന് ഈ കഥകളെല്ലാം പറഞ്ഞ് എല്ലാ നരകങ്ങളിലും കൊണ്ടുപോകും. സ്ത്രീയാണ് പരപുരുഷന്മാരെ ആശ്രയിക്കുന്നത് എങ്കിൽ ഇരുമ്പിൻ്റെ കട്ടിൽ പൊഴിപ്പിച്ച് അതിൽ ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ പുരുഷന്മാരെ കിടത്തി അവരുടെ കൂടെ വളരെ കാലം കഴിച്ചു കൂട്ടാനാണ് വിധിക്കുക. അതിൽ നിന്നെടുത്ത് കത്തിക്കൊണ്ടു നിൽക്കുന്ന ഇരുമ്പ് തൂണിൽ കെട്ടിപ്പിടിച്ച് 1000 വർഷം നിർത്തും. അതിനുശേഷം ഉപ്പുവെള്ളത്തിൽ കുളിപ്പിച്ച് ഉപ്പുവെള്ളം കുടിപ്പിച്ച് 100 വർഷം വീതം എല്ലാ നരകങ്ങളിലും താമസിപ്പിക്കും. ബ്രാഹ്മണനെയോ ഗോവിനെയോ രാജാവിനെയോ കൊല്ലുന്നവർക്കും 5 കൽപ്പം നരകയാതന വിധിച്ചിട്ടുണ്ട്. മഹാന്മാരെ നിന്ദിക്കുന്നത് കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ ചെവിയിൽ ചുട്ടുപഴുപ്പിച്ച ഇരുമ്പ് ദണ്ട് കയറ്റും. എന്നിട്ട് ദ്വാരത്തിലേക്ക് തിളപ്പിച്ച എണ്ണ ഒഴിച്ച് കുംഭീഭാഗം എന്ന നരകത്തിലേക്ക് അയക്കും. ഹരിവിമുഖന്മാരായ നാസ്തികന്മാരെ കോടി വർഷങ്ങൾ ഉപ്പ് കഴിപ്പിക്കും. എന്നിട്ട് 1 കൽപ്പം മുഴുവൻ ചുട്ടുപഴുത്ത മണൽ നിറച്ച രൗരവം എന്ന നരകത്തിൽ താമസിപ്പിക്കും. മറ്റു പാപങ്ങൾ ചെയ്തവരെയും ഇതുപോലെ നരകിപ്പിക്കുന്നതാണ്. കോപദൃഷ്ടിയോടെ ബ്രാഹ്മണനെ നോക്കുന്നവരുടെ കണ്ണുകൾ സൂചി പഴുപ്പിച്ച് കുത്തിക്കീറുന്നതായിരിക്കും. എന്നിട്ട് അതിൽ ഉപ്പുവെള്ളം ഒഴിക്കും. പാപം ചെയ്തവരെ മൂർച്ചയേറിയ വാളുകൊണ്ട് അറുത്തുമുറിക്കും. വിശ്വാസവഞ്ചന കാണിക്കുന്നവരെയും അതിർത്തി ഭേദിക്കുന്നവരെയും പരാനം ആഗ്രഹിക്കുന്നവരെയും നായയെ കൊണ്ട് അവരുടെ മാംസം ഭക്ഷിപ്പിച്ച് 1 വർഷം വീതം എല്ലാ നരകങ്ങളിലും താമസിപ്പിക്കും. സമ്മാനം വാങ്ങുന്നവരെയും ജ്യോത്സ്യന്മാരെയും പൂജാരിയുടെ ഭക്ഷണം കഴിക്കുന്നവരെയും ഇതുപോലെ കൽപ്പാവസാനം വരെ കാലസൂത്രം എന്ന നരകത്തിൽ പാർപ്പിച്ച് തിളച്ച എണ്ണയിൽ മുക്കി ഉപ്പുവെള്ളത്തിലിട്ട് മലവും മൂത്രവും കഴിപ്പിച്ച് മ്ലേച്ഛജാതികളായി ഭൂമിയിൽ ജനിപ്പിച്ച് നരകിപ്പിക്കും. 5 മഹായാഗങ്ങൾ, അതായത് സ്വാധ്യായം, അഗ്നിഹോത്രം, അതിഥി പൂജ, പിതൃതർപ്പണം, ബലിക്രിയകൾ ചെയ്യാത്തവർ പോകുന്നത് ലാലാപക്ഷം എന്ന നരകത്തിലേക്കാണ്. ദേവോപാസന ഇല്ലാത്തവർ രൗരവത്തിലേക്ക് പോകും. ബ്രാഹ്മണ ഗ്രാമങ്ങളിൽ നിന്ന് കരം പിരിച്ചാൽ ആജന്ത്ര താരകം ഈ നരകങ്ങളിൽ കിടന്ന് നനയിക്കേണ്ടി വരും. ഗ്രാമങ്ങൾക്ക് അധിക നികുതി ഭാരം ഏൽപ്പിക്കുന്ന രാജാവും 5 കൽപ്പം 1000 കുലവാസികളോടൊപ്പം നരകിക്കണം. വിപ്രഗ്രാമത്തിൽ നിന്ന് കരം പിരിക്കാൻ അനുവദിക്കുന്നവനും 1000 ബ്രഹ്മഹത്യയുടെ ഫലം അനുഭവിക്കണം. കാലസൂത്രം എന്ന മഹാനരകത്തിൽ 2 ചതുർയുഗങ്ങൾ വസിക്കേണ്ടി വരും. അർഹിക്കാത്ത യോനിയിൽ രേതസ് നിക്ഷേപിക്കുന്നവൻ രേതസ് ഭക്ഷിക്കുന്നവനായി ലോകത്താൽ നിന്ദിക്കപ്പെട്ട് ജീവിക്കേണ്ടി വരും. ഉപവാസ ദിനത്തിൽ പല്ല് തേക്കുന്നവൻ 4 യുഗം വ്യാക്രപക്ഷം എന്ന നരകത്തിൽ കിടക്കേണ്ടി വരും. സ്വകർമ്മങ്ങൾ ചെയ്യാത്തവൻ പാഷണ്ഡനാണ്. അയാളുമായി ബന്ധമുള്ളവനും പാപിയാണ്. 2 പേരും കോടി സഹസ്രം കൽപ്പങ്ങളിൽ നരകയാതന അനുഭവിക്കണം. വേദങ്ങളോ ഗുരുവിൻ്റെ വസ്തുക്കളോ അപഹരിക്കുന്നവനും
ബ്രഹ്മഹത്യാ സമാനമായ നരകം ലഭിക്കും. അനാഥന്മാരുടെ സ്വത്ത് അപഹരിച്ച് അവരെ ഉപദ്രവിക്കുന്നവർക്ക് 1000 കോടി കൽപ്പങ്ങൾ നരകത്തിൽ വസിക്കേണ്ടി വരും. സ്ത്രീകളുടെയും ശൂദ്രന്മാരുടെയും മുമ്പിൽ വെച്ച് വേദം പഠിച്ചാലും ദോഷമുണ്ട്. അവരെ തലകീഴാക്കി കാലുയർത്തി 2 തൂണുകളിൽ കെട്ടി ചുവട്ടിൽ പുകച്ച് ഒരു ബ്രഹ്മവർഷം മുഴുവൻ നിർത്തും. വെള്ളത്തിലോ ദേവാലയത്തിലോ തൻ്റെ ശരീരത്തിലെ അഴുക്ക് നിക്ഷേപിക്കുന്നവന് ഭ്രൂണഹത്യയ്ക്ക് കിട്ടുന്ന നരകം തന്നെയാണ് കിട്ടുക. പല്ല്, എല്ല്, മുടി, നഖം എന്നിവയും ഭക്ഷണാവശിഷ്ടവും ദേവാലയത്തിലിട്ടാൽ കുന്തം കൊണ്ട് കുത്തി കലഭ കൊണ്ട് മുറിവേൽപ്പിച്ച് തിളച്ച എണ്ണയിലിട്ട് പാകപ്പെടുത്തും. അതിനുശേഷം മറ്റു നരകങ്ങളിലേക്കും അയക്കും. ബ്രഹ്മസ്വമോ സുഗന്ധ വസ്തുക്കളോ അപഹരിക്കുന്നവനും സൂര്യചന്ദ്രന്മാർ ഉള്ളിടത്തോളം കാലം നരകത്തിൽ വസിക്കും. ബ്രഹ്മസ്വാപഹരണം സമ്പത്ത് നശിപ്പിക്കും. മരണാനന്തരം നരകവും നൽകും. കള്ളസാക്ഷി പറയുന്നവൻ 14 ഇന്ദ്രന്മാർ വാഴുന്നിടത്തോളം കാലം എല്ലാ ദുഃഖങ്ങളും അനുഭവിച്ച് പുത്രപൗത്രന്മാർക്ക് നാശം സംഭവിച്ച് രൗരവ നരകത്തിൽ വസിച്ച് മറ്റു നരകങ്ങളിലേക്ക് പോകും. കാമാതിരേകമുള്ളവനും അപവാദം പ്രചരിപ്പിക്കുന്നവനും 60,000 വർഷം സർപ്പസമാനങ്ങളായ ജലജീവികളെ വായിൽ നിറച്ച് ഉപ്പുവെള്ളം കൊണ്ട് നനയ്ക്കും. മാംസഭക്ഷണത്തിൽ താല്പര്യമുള്ളവരെ ക്ഷാരകർദനമെന്ന നരകത്തിലേക്ക് അയക്കും. അവിടെ ആനകളുടെ ആക്രമണത്തിന് ഇരയാക്കും. അതിനുശേഷം ഭൂമിയിൽ വന്ന് അംഗഹീനരായി ജീവിക്കും. ഋതുകാലത്ത് സ്വപത്നിയെ സമീപിക്കാത്തവനും രൗരവം തന്നെയാണ് കിട്ടുക. തെറ്റ് ചെയ്യുന്നത് കണ്ടിട്ട് തടയാതിരുന്നാൽ രണ്ടുപേരും നരകത്തിലെത്തും. പാപികളുടെ പാപം കണക്കാക്കി മറ്റുള്ളവരെ അറിയിക്കണം. തെറ്റായിട്ടാണ് കണക്കാക്കിയതെങ്കിൽ ഇരട്ടി പാപഫലം അനുഭവിക്കേണ്ടി വരും. പാപമില്ലാത്തവനെ പാപിയായി ചിത്രീകരിച്ചാൽ ആദ്യന്ത്രതാരം അങ്ങനെയുള്ളവർ നരകത്തിൽ കഴിയേണ്ടി വരും. പാപികളുടെ പാപം അവരെ നിന്ദിച്ചാൽ പകുതിയാകും. ഒരു വ്രതം തുടങ്ങി മുഴുവനാക്കാതെ അവസാനിപ്പിച്ചാൽ അസിപത്ര നരകം അനുഭവിച്ച് അംഗഹീനനായി ഭൂമിയിൽ ജനിക്കും. വ്രതാനുഷ്ഠാനത്തിന് വിഘ്നമുണ്ടാക്കിയാലും ശ്ലേഷ്മഭോജനം എന്ന നരകത്തിലെത്തും. നീതി നിർവഹണത്തിൽ പക്ഷപാതം കാണിക്കുന്നവർക്ക് 10,000 പ്രായശ്ചിത്തങ്ങൾ ചെയ്താലും മോചനം ലഭിക്കില്ല. അരുതാത്ത ഭക്ഷണം കഴിക്കുന്നവൻ വിൺഭോജ്യ നരകത്തിലെത്തി ചണ്ടാളനായി പിറന്ന് ഗോമാംസം ഭക്ഷിക്കും. ദ്വിജന്മാരെ വാക്കുകളെ കൊണ്ട് അപമാനിച്ചാൽ ബ്രഹ്മഹത്യാ പാപഫലവും 10 ജന്മങ്ങളിലേക്ക് ചണ്ടാളനായി ജനിക്കലും ഉണ്ടാകും. വിപ്രന് കൊടുക്കുന്നതിൽ വിഘ്നമുണ്ടാക്കിയാൽ ബ്രഹ്മഹത്യയ്ക്ക് ചെയ്യുന്ന വ്രതാനുഷ്ഠാനങ്ങൾ നിർവഹിക്കണം. അപഹരിച്ചെടുത്തു കൊടുത്താൽ അപഹരിച്ചവൻ നരകയാതന അനുഭവിക്കണം. അത് അനുഭവിക്കുന്നവനും നരകം അനുഭവിക്കേണ്ടി വരും. വാഗ്ദാനം ചെയ്തിട്ട് കൊടുത്തില്ലെങ്കിൽ ലാലാപക്ഷമെന്ന നരകം കിട്ടും. യതികളെ നിന്ദിക്കുന്നവൻ എത്തുന്നത് ശിലാമാത്രമായ നരകത്തിലായിരിക്കും. പൂന്തോട്ടം നശിപ്പിക്കുന്നവൻ 21 യുഗങ്ങൾ ഈ നരകങ്ങളിലെല്ലാം വെവ്വേറെ യാതനകൾ അനുഭവിക്കേണ്ടി വരും. 21 കൽപ്പങ്ങൾ മലത്തിലും കൃമിയിലും കിടന്ന് 100 ജന്മം ചണ്ടാളനായി ജീവിച്ച് ദോഷഫലം അനുഭവിക്കണം. അമ്പലങ്ങൾ, തടാകങ്ങൾ എന്നിവ നശിപ്പിക്കുന്നവർക്കും ഇതുതന്നെയാണ് അവസ്ഥ. ഉച്ഛിഷ്ടം ഭക്ഷിക്കുന്നവർക്കും മിത്രദ്രോഹം ചെയ്യുന്നവർക്കും ആജന്ത്രതാരകം യാതനകൾ അനുഭവിക്കേണ്ടി വരും. ഇങ്ങനെ ബഹുവിധങ്ങളായ യാതനകളെക്കുറിച്ച് കണക്കാക്കാൻ എനിക്ക് ശക്തിയില്ല. വിഷ്ണു അല്ലാതെ ആർക്കാണ് അതിന് കഴിയുക? ധർമ്മശാസ്ത്രമനുസരിച്ചുള്ള പ്രായശ്ചിത്തം ചെയ്താൽ പാപത്തിൻ്റെ ആധിക്യം കുറഞ്ഞു കിട്ടും. വിഷ്ണു സാന്നിധ്യത്തിലാണ് പ്രായശ്ചിത്തം നടത്തേണ്ടത്. ഗംഗ, തുളസി, സത്സംഗം, ഹരികീർത്തനം, അനസൂയ, അഹിംസ എന്നിവയെല്ലാം പാപത്തെ നശിപ്പിക്കുന്നതാണ്. വിഷ്ണുവിൽ അർപ്പിതങ്ങളായ കർമ്മങ്ങൾ എപ്പോഴും ഫലം നൽകും. അർപ്പിക്കാതെ ചെയ്യുന്നവ ചാരത്തിലിട്ട ഹവിസ് പോലെയാണ്. നിത്യവും നൈമിത്തികവും കാമ്യവുമായ എന്തും വിഷ്ണുവിൽ അർപ്പിച്ചാൽ സാത്വിക ഫലം തീർച്ച. ഹരിയിലുള്ള ഭക്തി എല്ലാ പാപങ്ങളെയും ഇല്ലാതാക്കും. പാപനാശനത്തിനുള്ള ഭക്തി 10 തരത്തിലാണ്. സാത്വികം, രാജസം, താമസം എന്ന 3 വിഭാഗങ്ങളിൽ ഉൾക്കൊള്ളുന്നു. മറ്റുള്ളവർക്ക് ദോഷമുണ്ടാകാൻ വിഷ്ണുവിനെ ഭജിക്കുന്നത് താമസവും അധമവുമാണ്. സ്വൈരനിക്ക് പതിയോടെന്ന പോലെ കാപട്യത്തോടെ ഉണ്ടാകുന്ന ഭക്തി മധ്യമവും താമസവുമാണ്. ഭക്തന്മാർ ചെയ്യുന്നത് കണ്ടിട്ട് ഭക്തി പ്രകടിപ്പിക്കുന്നത് താമസത്തിൽ ഉത്തമമാണ്. ധനധാന്യാദികൾക്ക് വേണ്ടി ഹരിയെ പൂജിക്കുന്നത് രാജസത്തിൽ അധമമാണ്. തനിക്ക് പ്രസിദ്ധിയുണ്ടാകണമെന്ന് ആഗ്രഹിച്ച് ചെയ്യുന്ന ഭക്തി രാജസത്തിൽ മധ്യമമാണ്. സാലോക്യാദികൾ നേടാനായി നടത്തുന്നത് രാജസത്തിൽ ഉത്തമം. താൻ ചെയ്ത പാപങ്ങളിൽ നിന്ന് മോചനം കിട്ടാൻ ചെയ്യുന്നത് സാത്വികത്തിൽ അധമം. ഹരിക്ക് ഇഷ്ടപ്പെടുമെന്നതുകൊണ്ട് ചെയ്യുന്നത് സാത്വിക മധ്യമം. ദാസവൃത്തിയോടെ ഹരിയെ ഭജിക്കുന്നത് സാത്വികത്തിൽ ഉത്തമവും ശ്രേഷ്ഠവുമാണ്.
ഹരിയുടെ മഹത്വം മനസ്സിലാക്കി തന്മയനായി സന്തോഷത്തോടെ ഉണ്ടാകുന്ന ഭക്തിയാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. ഞാനാണ് വിഷ്ണുവെന്നും എന്നിലാണ് ഇതെല്ലാം കുടികൊള്ളുന്നതെന്നും ചിന്തിക്കുന്നവനാണ് ഉത്തമോത്തമൻ. സംസാര ദുഃഖത്തിൽ നിന്ന് മോചനം നേടാൻ 10 തരത്തിൽ പ്രവർത്തിക്കാം. ഇതിൽ സാത്വികി ഭക്തിയാണ് ഉത്തമം. സ്വന്തം ധർമ്മങ്ങളൊന്നും ചെയ്യാതെ ഭക്തി മാത്രമായാൽ വിഷ്ണു പ്രസാദിക്കില്ല. പ്രവർത്തിക്കുന്നവനോട് മാത്രമേ വിഷ്ണുവിന് സന്തോഷമുണ്ടാകൂ. ആഗമങ്ങളെല്ലാം ആചാരങ്ങളെ പ്രകീർത്തിക്കുന്നവയാണ്. ആചാരത്തിൽ നിന്നാണ് ധർമ്മം ഉടലെടുക്കുന്നത്. ധർമ്മത്തെ ഉണ്ടാക്കുന്നത് അച്യുതനാണ്. അതുകൊണ്ട് ധർമ്മത്തിന് കോട്ടം തട്ടാതെ ഹരിയിൽ ഭക്തനാകുക. അങ്ങ് ചോദിച്ചതിന് ഞാൻ മറുപടി പറഞ്ഞു. ധർമ്മപരനായി നാരായണനെ ഭജിച്ച് ശാശ്വത സുഖം അനുഭവിച്ചാലും ശിവനും വിഷ്ണുവും ഒന്നു തന്നെ. രണ്ടും ഭിന്നമായി കാണുന്നവനാണ് നരകത്തിൽ പോകുന്നത്. ഞാൻ അങ്ങയുടെ അടുത്തേക്ക് എന്തിനാണ് വന്നത് എന്ന് പറയാം. കപിലന്റെ കോപം കൊണ്ട് ആത്മഹത്യാഭാവത്തിന് വശംവദരായ അങ്ങയുടെ പിതാമഹന്മാർ നരകത്തിലാണ്. ഗംഗയെ കൊണ്ടുവന്ന് അവർക്ക് പാപമോചനം കൊടുക്കൂ. ഗംഗ എല്ലാ പാപത്തെയും നശിപ്പിച്ചുകൊള്ളും. കേശം, അസ്ഥി, നഖം, ദന്തം എന്നിവ കൂടി ഗംഗയിൽ അർപ്പിക്കപ്പെട്ടാൽ വിഷ്ണുപദത്തിൽ എത്തുന്നു. അസ്ഥി ഗംഗയിലൊഴുക്കി ആത്മാവും വിഷ്ണുപദത്തിൽ എത്തും. ഗംഗാജലത്തിൻ്റെ ഒരു തുള്ളി ശരീരത്തിൽ വീണാൽ എല്ലാ പാപങ്ങളും ഇല്ലാതാവും. ഭഗീരഥനോട് ഇത്രയും പറഞ്ഞ് ധർമ്മരാജൻ മറഞ്ഞു. ഭഗീരഥൻ മന്ത്രിമാരെ രാജ്യഭാരമേൽപ്പിച്ച് കാട്ടിലേക്ക് പോയി. ഹിമാലയത്തിൽ നരനാരായണാശ്രമത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് 16 യോജന വിസ്തൃതമായ മഞ്ഞുമൂടിയ ശൃംഗത്തിൽ തപസ് ചെയ്ത് ഗംഗയെ നേടി. ഇതോടുകൂടി 15-ാമത്തെ അധ്യായം അവസാനിച്ചു. എല്ലാവർക്കും നമസ്കാരം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.